ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? ഞങ്ങളിതേ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ, പറയൂ. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ അടിപൊളി ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? എങ്ങനെയുണ്ട് ആ വീഡിയോ? എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാൻ എടുത്തിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതിയാണ് കേട്ടോ. ആ ഒരു ദിവസത്തെ വ്ളോഗാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വ്യൂസിൻ്റെ അത്ര ലൈക്ക് കാണുന്നില്ല, മറന്നു പോണതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഇവിടെ നമ്മളെ വീടിന് അടുത്തുള്ള അമ്പലത്തിൽ അഖണ്ഡനാമം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്, ഇവിടെ 1-ാം തീയതിയാണ് അഖണ്ഡനാമം നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിത് റെഡിയായി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൂസും ഞാനും ഏട്ടനും മനുവും കൂടിയാണ് അമ്പലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലെത്തി. ബസ്സിലാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരൊറ്റ സ്റ്റോപ്പ്, നമ്മൾ അവിടെ നിന്ന് ഒറ്റ സ്റ്റോപ്പല്ല 2 സ്റ്റോപ്പ് നമ്മൾ കയറി, പിന്നെ 2ാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും. അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ അവിടെ അഖണ്ഡനാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൂസിന് ഭയങ്കര കളിയാണ് കേട്ടോ. അവന് എന്തോ ഒരു ഫ്രീഡം കിട്ടിയ പോലെ അങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവനങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടനും ഉണ്ട് കേട്ടോ. അവൻ്റെ കൂടെ അങ്ങനെ കളിക്കുന്നുണ്ടേ. കളിക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ അടുത്തുള്ളവർ കുറേ പേര് മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്നല്ല, വേറെ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉപ്പുമാവും അച്ചാറും ചായയും ഒക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ചോറും പായസം, അവിയൽ, അച്ചാർ, ഉപ്പേരി, അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡും അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോകുന്ന ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് എന്നുള്ള മെസ്സേജ് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ചായക്ക് അവിടെ അമ്പലത്തിൽ നിന്നാണല്ലോ കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്കും അമ്പലത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രിയൊക്കെ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഖണ്ഡനാമം നേരത്തോട് നേരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാകും. അതുപോലെ തന്നെ ഒരുപാട് പേര് വരുന്ന ആ ഒരു ടൈം വൈകുന്നേരമാണ് കേട്ടോ. പകലൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇടിയും മഴയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വൈകുന്നേരം പോവാതിരുന്നത് കേട്ടോ. അപ്പൂസിനെയൊക്കെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം അതിൻ്റെ തലേ ദിവസമൊക്കെ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പോവാതിരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇങ്ങനെ 1-ാം തീയതി അഖണ്ഡനാമം ഉണ്ട് എന്ന് അറിയാതെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ അഖണ്ഡനാമമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നും ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ദേ വൈകുന്നേരം പിന്നെ നമ്മൾ വേഗം വീട്ടിലെത്തിയതിന് ശേഷം ഏട്ടനും മനു അപ്പൂസും കൂടെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി വന്നു. അപ്പോഴേക്ക് ഇതേ ഞാൻ ഒരു ട്രിപ്പ് ഇഡ്ഡലിയും റെഡിയാക്കാനും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏട്ടൻ മാല ഇട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള മുട്ടയും അതുപോലെ വാങ്ങിച്ചിട്ടുള്ള മുട്ടയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നോൽമ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ കുളിച്ചിട്ടൊക്കെ തന്നെയാണ് അടുക്കളയിൽ കയറണതും. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കാരണം ചില സമയത്ത് ഇവർ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയായാലൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പൂസിൻ്റെ കാര്യം ഞാൻ പണ്ട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്ക് സിങ്ക് കുറവാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ മുട്ട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉള്ള സമയത്ത് പിന്നെ നമ്മളങ്ങനെ നിർത്താതെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ വീട്ടിലിങ്ങനെ കോഴി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ മുട്ട കൊണ്ടുവരാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കൊടുക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അവൻ പോയി വരുമ്പോഴേക്ക് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവന് ചോറ് വലിയ താല്പര്യം കാണുന്നില്ല, അവന് കഞ്ഞി വേണമെന്നാണ് പറയുന്നത് കേട്ടോ. ചോറ് കഴിച്ചാലും വിശപ്പ് മാറുന്ന ഒരു രീതിയിൽ അവൻ കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം കഞ്ഞിയും മുട്ടയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ നേരെ ഭക്ഷണം കഴിച്ചോളേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കൊക്കെ അവർ വന്നു കേട്ടോ. പിന്നെ സാവധാനം നമുക്ക് രാവിലെ ചെയ്യുന്ന അത്ര ധൃതിയൊന്നും ഇല്ലല്ലോ, വൈകുന്നേരം ചെയ്യുമ്പോൾ സമയം ഒരുപാടുണ്ടല്ലോ. പിന്നെ അത് മാത്രം ചെയ്താലും മതി, വേറെ ഒന്നും ചെയ്യും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവധാനമാണ് ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഡ്ഡലി ആയാലും ചട്ടണി ആയാലും നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഒരു മുറി തേങ്ങ വെച്ചിട്ടാണ് ചട്ടണി ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടാണ് ചട്ടണി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കഴിക്കുന്നത് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കുറച്ചും കൂടെ കൂടുതൽ കഴിക്കും, രാവിലെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കേട്ടോ. നിങ്ങളങ്ങനെയാണോ? ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അന്ന് കുറച്ച് ഭക്ഷണം ഏറെ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചട്ടണിയും കുറച്ച് ഏറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസ് കഴിക്കണത് കൊണ്ട് തന്നെ ചട്ടണിയിൽ എരി കൂടുതൽ വേണമെന്ന് ആർക്കും നിർബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് 2 ചട്ടണി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 2 ചട്ടണി ആയാലും കറി ആയാലും ഒന്നും അങ്ങനെ 2 ഉണ്ടാക്കേണ്ട ആവശ്യം വരാറില്ല. ഞങ്ങൾക്ക് ആർക്കും എരി അധികം വേണമെന്നില്ല. പക്ഷേ കഴിക്കില്ല എന്നല്ല, പക്ഷേ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേ പാലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പാലൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വേഗം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പാൽ ചായയും കൂടി അങ്ങോട്ട് ആക്കിയിട്ടോ. ഇപ്പോൾ രാത്രി അങ്ങോട്ട് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ പാൽ ചായയും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കാപ്പിപ്പൊടി നിർത്തിയിട്ടോ. ഇനി നമ്മൾ ചായപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ചായപ്പൊടി ഇനി തീരുമ്പോഴേക്ക് നമ്മൾ അടുത്ത് കാപ്പിപ്പൊടി മേടിക്കുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എപ്പോഴെങ്കിലും പാല് പാർന്നിട്ടുള്ള ചായ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്ര പൊടി യൂസ് ചെയ്യുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പാക്കറ്റ് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയൊക്കെയാണ് വാങ്ങണത് എങ്കിൽ കുറച്ച് ഇവിടെ എടുത്തിട്ട് ബാക്കി വീട്ടിലേക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം അധികം വെച്ചേക്കാറില്ല. അപ്പം അങ്ങനെ ഇതേ നമ്മൾ പാൽ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസിന്. പക്ഷേ അപ്പൂസ് ഇഡ്ഡലിയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ ചട്നിയും ഇഡ്ഡലിയും ചായയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊന്നും പറയാൻ ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. സബ് ചെയ്തിട്ട് വന്നവരും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ, താങ്ക് യു.